ഇനിയും വരാത്തതെന്തേ തുമ്പി നീ ഇനിയും വരാത്തതെന്തേ ബ്രോക്കറേ. ഇതാണോ വർക്ക് വസതി? മനസ്സിലായി ഒന്ന് കാണാനായിരുന്നു. കാണാൻ വന്നല്ലേ, കാട്ടിത്തരാം. ഓ, ഒത്തിരി സമയം എടുത്തോ വീട് കാണാൻ? അതെ, ഈ വെയിലൊക്കെ കൊണ്ട് ഒന്ന് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാ നമുക്ക് എന്ത് കുടിച്ചുകൊണ്ട് സംസാരിക്കാം. എന്ത് വേണം? ചൂടൊരു ചായ കുടിച്ചാലാ? സർബത്ത് ഉണ്ടാവോ? വേണ്ട, നമുക്ക് തണുത്ത മോര് ചൂടാക്കി കുടിക്കാം. വാ വാ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇത് തന്നെ നമ്മളെ വർക്കി ഭവനം. തങ്ങനെ ഇരിക്കേ, ചൂടല്ലേ, ഞാനൊരു ചൂട് ചായ കൊണ്ടുവരാം. പോയി കളയല്ലേ, എന്റെ പേര് വർക്കി. നിങ്ങൾ എന്തുവാ മനുഷ്യ ഒരുമാതിരി പൂവാലന്മാര് കാണിക്കുന്ന പോലെ കാണിക്കുന്നേ? എന്താണ് വന്നിട്ടുണ്ടെന്ന്? ആര്? ബ്രോക്കർ. ആഹാ, ബ്രോക്കർ വന്നിട്ടുണ്ടെന്നോ? അതിനാണോ ഈ കഥകളി മുഴുവൻ കളിച്ചു കൂട്ടിയത്? നീ എന്നാ വിചാരിച്ചേ? ആ, നമുക്ക് വല്ല കല്യാണം കഴിഞ്ഞ് നമുക്ക് ടൂറ് പോകുന്ന കാര്യം വല്ലോ. ഞാൻ ഓർത്ത് ഇതന്നെ ഈ കാണിക്കുന്നേ. ഇവളെ കെട്ടി പറഞ്ഞയച്ചിട്ട് വേണം നമുക്ക് രണ്ടാക്കും പോവാൻ. ഞാനെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എവിടാ വർക്കിച്ച പോകണ്ടേ? കുറച്ച് ദൂരത്താ. ദൂരം എന്ന് പറയുമ്പോ എവിടാന്ന് എന്നോട് നിനക്കറിയുന്ന സ്ഥലം തന്നെ. എവിടാണ്? മൂന്നാറ്. മൂന്നാറോ? ഇതാണോ വലിയ ദൂരം? മൂന്നാർ വഴി മസനോട് വഴി ഊട്ടി വഴി നമുക്ക് വയനാട് വെച്ച് പിടിക്കാം. വയനാടോ? എന്നതിനാ? ചായപ്പൊടി മേടിക്കാനോ? ചായപ്പൊടി മേടിക്കാനടി, അവിടെ നല്ല തണുപ്പാ. ഈ വാദം പിടിക്കുന്ന കാലത്ത് വയനാട്ടിൽ പോയിട്ട് എന്തോ കാണിക്കാന്? എന്താണ് രണ്ടാളും കൂടെ കുറെ നേരം ആയല്ല? ഓ, ഒന്നുമില്ല. നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ടൂർ അടിക്കാൻ പോകുന്ന കാര്യം പറയുമായിരുന്നു. ഒരുങ്ങിയോ? അയ്യോ, ഒരു മാല എടുത്തിടുമോളെ. ഓ പിന്നെ മാലേന്റെ കുറവും കൂടെ ഉള്ളു. ഇനി ഞാനിപ്പോ ഓക്കെയാ, പെർഫെക്റ്റാ. ഓ, വൈഡ് നെക്കാ ഉടുപ്പിന്റെ. ഒരു മാല ഇട്ടാ ഭംഗിയായിരിക്കും. ആ, ഇങ്ങനെ കണ്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാ മതി. ആ പിന്നെ അത് മതി തന്നെ. അവക്ക് എന്നത്തിന്റെ കുറവാ. ആ, അങ്ങനെ വഴിക്കുവാ. ഞാനിന്ന് അവരെ ഒന്ന് കാണട്ടെ. എന്നാ വിട്ടോ. ആ, വാമളെ. അങ്കിളും കൂടെ വാ. അങ്കിള് വന്നാലേ ഈ കല്യാണം എന്തായാലും മുടങ്ങും. ഞാൻ ചായ എടുത്തിട്ട് വരാം. വരണോട്ടാ. ചായ എടുക്കരുത്. എടുത്തില്ല, ഒരു സാധനവും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇരിക്കി ഇതാണ് ഞങ്ങളെ കൊച്ച്. മോടെ പേര് നിത്യ. നിത്യ തോമസ്. നിത്യ തോമസ്. നീ പഠിച്ചതൊക്കെ പറഞ്ഞു കൊടുക്ക്. ഓ, അതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നത്? പുറകെ പറയാൻ സമയമുണ്ടല്ലോ. പറയട്ട്, അവള് സംസാരിക്കുന്നല്ലേ. ഞാൻ കോളേജിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്. വലിയ ജോലിയാ. ഇവിടെ ചേട്ടന്റെ മോളാണ്. ചേട്ടന്റെ മോളാണെങ്കിലും എനിക്ക് എന്റെ സ്വന്തം മോളെ പോലെ തന്നെ. അങ്ങനെ ആങ്ങളുടെ മോളായിട്ടല്ല ഞാൻ വളർത്തുന്നത്, എന്റെ മോളായിട്ടാ. പിന്നെ ഈ കാണുന്ന എല്ലാം അവക്കൊള്ളാം. അതിന് നിങ്ങൾക്ക് ഇവിടെ എന്തോ ഉണ്ട്? ഇതൊക്കെ ഒരു നാട്ടുകിടപ്പല്ലേ. ഓ, ക്യാഷിന്റെ കാര്യം എങ്ങനെയാ? ഇതൊരു അവന്മാര് ഞാൻ മാനേജ് ചെയ്തിട്ട് വരാം. ഈ തെരുവ് നായ്ക്കളുടെ ഭയങ്കര ശല്യമേ. അപ്പൊ ഈ ഇലക്ഷൻ ആയപ്പോ അങ്ങ് കൂടി. അപ്പൊ ക്യാഷിന്റെ ഒരു പലിശടക്കം ഒരു 50,000 രൂപ ഉണ്ട്, വേണം തന്നെ. 50,000 രൂപ അല്ലേ? ഇതിനൊക്കെ പലിശയൊക്കെ മേടിക്കും. പഴയ പോലെ ഒന്നുമല്ല. ഒരു ക്യാഷ് ഇച്ചിരി കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല, കാര്യം നടന്നു. എന്തൊരു ചൂടാടാ. അതെ, ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയാ മതി. എനിക്ക് തീരെ വയ്യ, തലവേദന എടുക്കുന്നു. എന്താ പറ്റത്തില്ല? എന്ത് പറ്റത്തില്ല? ഇപ്പൊക്കെ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല. ഒന്ന് പോണം. ഒന്നും പറ്റത്തില്ല എന്നല്ലേ പറഞ്ഞത്? എവിടെ മീൻ? എവിടെ മീൻ താൻ തന്ന വലിയ തുകയ്ക്ക് മീൻ തരില്ല എന്ന് അവര് പറഞ്ഞു. നീയൊക്കെ മീൻ വാങ്ങിട്ട് ഇങ്ങോട്ട് വന്നാ മതി. മീനില്ല ഇവിടെ. അപ്പൊ ആ കാശ് എന്ത് ചെയ്ത്?
അല്ല അതിപ്പോ അത്രയും വെയിലൊക്കെ കൊണ്ടുവന്ന കാരണം ഞങ്ങളൊരു രണ്ട് തന്നെ അടിക്കേ എന്താണ് വേറെ തണ്ണിമത്തെ ജ്യൂസ് കൂച്ചാനല്ല ഞാൻ കാശ് തന്നത്. ഞാനെന്നാ ഇറങ്ങട്ടെ. അയ്യോ ഇരിക്കും, ചായയൊക്കെ കുടിക്കാൻ, ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്യാഷ് കൊടുക്കുന്നില്ല, എടുത്തോണ്ടായി കൊടുക്ക്. ഇരിക്കും, ചായ എടുക്കാം, പിന്നെ ക്യാഷും കൂടെ കൊണ്ടുപോകാം. ശരി ശരി ശരി. ഒന്ന് പൊക്കോട്ടെ. അതെ, ഇന്ന് ഇങ്ങോട്ട് വന്നത് ശരി. ഇനി മേല ഈ പരിപാടിയായിട്ട് ഈ ഗേറ്റ് ഇങ്ങോട്ട് കടന്ന എന്റെ സ്വഭാവം മാറും, ഞാൻ പറഞ്ഞേക്കാം. മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് എന്നെ? അതെന്താ മോളെ ഞാൻ എന്താ അങ്ങനെ? ഞാൻ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇനി മേല ഈ വഴിക്ക് വന്നു പോരുത്. ആ പൈസ എങ്ങാനും മേടിച്ചിട്ട് മൂക്കിടിച്ച് ഞാൻ ചമ്മന്തിയാക്കും. ഞാൻ ഇല്ല, അടുത്ത ഈ വഴി വരില്ല, വേറെ വഴിക്ക് പോയിക്കോളാം. അങ്ങോട്ട് എന്ത് സാധനം വന്ന് വെട്ടത് ഒരു പുലിമടലായി പോയല്ലോ. മീനില്ല അത്ര തന്നെ. പറ്റത്തില്ല, നീ അത് മീനില്ലാതെ ഈ പഠിക്ക് കയറത്തില്ല. ഞാനെന്താ പോയി മീൻ മേടിച്ചോണ്ട് വരണോ? അതെ, പിടിച്ചോണ്ട് വരണോ? പിടിച്ചു വരണം. എവിടുന്ന്? വയലിൽ പോയി പിടിക്കണം മീൻ. വയലിൽ എവിടെ മീൻ ഇരിക്കുന്നത്? പിന്നെ അവിടെ മീനാശിയാണ് അവിടെ ഉള്ളത്. എടോ, താൻ ഇന്ന് കപ്പയും കൂട്ടി മീൻ കഴിക്കണ്ട. ഓ, മാറങ്ങോട്ട്. ഞാൻ കഴിച്ചോളാം. മാറങ്ങോട്ട്. അവിടെ നിൽക്കണം. അവിടെ എന്താണ് ഫോൺ വന്നത്? വിരല് ഹലോ, ആ വർക്കിയാണ്. നീ ആരാടോ? അപ്പൊ 2 ബ്രോക്കറോ? വീട്ടിലൊരു ബ്രോക്കറും പുറത്തൊരു ബ്രോക്കറോ? ചേട്ടാ എന്തെങ്കിലും അത്രയുണ്ട്. പറഞ്ഞതോ തന്നെയുണ്ട്. ആരോട് എന്റെ നിത്യ കല്യാണം കഴിക്കാനേ? എടാ, നിന്നെയല്ലേ ഇപ്പൊ പുറത്തു വെച്ചാൽ കണ്ടത്? അയ്യോ, കിരൺ മോൻ എപ്പോ വന്നു? ഇവനാണ് കിരൺ. ഇവനെന്റെ പൈസ വാങ്ങിച്ചത്. ഏത് പൈസ? ഇവൻ വാങ്ങിച്ചു. എന്റെ ഇവൻ പലിശക്ക് പണം വാങ്ങിച്ചതാ. ആന്റി ഇയാൾ നുണ പറയാ, ഞാൻ ഇയാളെ കണ്ടിട്ട് പോലും ഇല്ല. എടാ നുണ പറയരുത്, നീ തന്നെ എന്റെ പൈസ വാങ്ങിച്ചത്. മോനെ പറയോ ഇയാളെ? എനിക്കറിയില്ല. അറിയില്ല ആന്റി, എനിക്കറിയില്ലല്ലോ. അല്ല, നിനക്കറിയാവുന്ന എനിക്കറിയത്തില്ല. ഇനിയിപ്പൊ ഞങ്ങൾക്കും അറിയത്തില്ല. എനിക്കൊരു സത്യം പറയാനുണ്ട്. നിങ്ങളൊന്നും മിണ്ടായിരിക്കും. ഇവിടെ സീരിയസ് ആയിട്ട് ഓരോ കാര്യം പറയുമ്പോ. ഇവൻ തന്നെ രണ്ടാളെയും മുഖം കണ്ട് അഭിനയിക്കുന്നത് പോലെ തന്നെ ഉണ്ട്. ഇത് ഇവന്മാരുടെ ഒത്തുകളിയാണ്. ആന്റി ഇയാള് കള്ളനാ, ഇയാളെ മോൻ കണ്ടല്ലോ, ഇയാള് തിരിച്ചു നോക്കി. അപ്പൊ ഇയാൾ ബ്രോക്കർ അല്ലേ? എനിക്കൊരു സത്യം പറയാനുണ്ട്. നിങ്ങളൊന്നും മിണ്ടായിരിക്കും മനുഷ്യ. ഞാനത് പറയട്ടെ. അവൻ പറയട്ടെ. ജീവൻ, നിനക്കെന്തുവാണ് പറയാനുള്ളത്? ആന്റി ഇയാള് തട്ടിപ്പാ, എനിക്ക് ഉറപ്പാണ്. പോലീസിനെ വിളിക്കുക. ഇവനാ മെഴുകുതിരി പ്രയോഗം ഞാൻ നടത്താൻ നിന്ന. അപ്പൊ നീ ശരിയാവും. തട്ടിപ്പല്ലടാ. എനിക്കൊരു സത്യം പറയാനുണ്ട്. എന്നാ നിങ്ങൾ പറ. ഇവ ബ്രോക്കർ അല്ല. ബ്രോക്കർ അല്ലേ? ഇയാളാണോ താൻ വിളിച്ച് വീട്ടിൽ കയറ്റി ഇരുത്തിയത്? എനിക്കറിയോ. കള്ളനാണ് ഇയാള്, കള്ളൻ. നിങ്ങളല്ലേ പറഞ്ഞ ബ്രോക്കറാന്ന്? ഞാൻ ഇത്ര നേരം വിചാരിച്ച നിത്യമൊക്കെ കല്യാണാലോചന കൊണ്ട് വന്ന ബ്രോക്കറാണെന്നാ. എടാ, നീ തന്നെയല്ലേ, നീ കിരണല്ലേ? എന്റെ നീ തന്നെ പൈസ വാങ്ങിച്ചത്. എനിക്ക് കാശിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇയാളുടെ അടുത്ത് തന്നെ മേടിക്കുന്നത്. ഞാൻ ആരുടെ അടുത്ത് മേടിച്ചാ പോരെ? എടാ, അവന്റെ ഒരു എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ചായ എടുത്തോണ്ട് വരട്ടെ. അതെ, ഞങ്ങളുടെ ക്ലാരേനെയും പറ്റിച്ച് അതെ ഈ വീട്ടിൽ 50,000 രൂപയും കൊണ്ടുപോയിട്ട് വിലസാന്ന് വിചാരിക്കുന്നു. വിരളി ചൂണ്ടല്ലേ തന്നെ. ഞാൻ എനിക്ക് ചായ വേണമെന്നില്ല, എനിക്ക് പൈസ മതി. ചേട്ടന്റെ അഭിനയം നന്നായിട്ടുണ്ട്. ഇപ്പൊ കിട്ടും കേട്ടാ, ചായയും കിട്ടും. വേണമെങ്കിൽ പൈസ കിട്ടത്തപ്പം കിട്ടും. വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പോവുള്ളൂ. ചായ വേണ്ടേ? വേണം. ഇപ്പൊ തരാം. അയ്യോ